ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാർ ചെയ്യുന്നത് ചെറുള്ളി ചതച്ചിട്ടൊരു ചെമ്മീൻ റോസ്റ്റാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. റോസ്റ്റിന് ആവശ്യമായ 1/2 കിലോ ചെമ്മീൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. 100 ഗ്രാം ചെറുള്ളി, ഒരു തക്കാളി ചോപ്പ് ചെയ്തത്, ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടിച്ചത്, കുറച്ച് വിനാഗിരി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ആദ്യം നമുക്ക് ചെമ്മീൻ മസാല പുരട്ടാം. അര ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അടുത്തായി നമുക്ക് നമ്മുടെ ചെറുള്ളി നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ചെറുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായി ഞാൻ അല്പം കടുക് ഇടുന്നു. ഇഞ്ചി ചോപ്പ് ചെയ്ത്, വെളുത്തുള്ളി, ചതച്ച് വച്ചിരിക്കുന്ന ചെറുള്ളി, പച്ചമുളക്, അടുത്തായി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ചെറുള്ളിയൊക്കെ നമുക്ക് പരുവത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, കാൽ ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെറുള്ളി ചതച്ചിട്ട ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചെറുള്ളി ചതച്ചിട്ട ചെമ്മീൻ റോസ്റ്റ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായും വീടുകളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.